കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. സത്യം സത്യം സത്യം. നേരത്തെ ആരെങ്കിലും ഒന്ന് കള്ളം പറഞ്ഞ? സത്യം സത്യം സത്യം. താങ്കളുടെ പേരെന്താണ്? അതൊരു ചോദ്യം. നിങ്ങൾ ഇന്നലെ ഫീസ് ചോദിച്ച സമയത്ത് പറഞ്ഞു മംഗളഭാന് 10,000 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ തരാന്ന് പറഞ്ഞു. ഭാര്യയും ഭർത്താവും കൂടെയാണ് ബാധിക്കുന്നത് പറഞ്ഞു. അത് ഞാൻ സംഭവിച്ചു. പിന്നെ പറഞ്ഞു മംഗളഭാന് തോക്കാണെങ്കിൽ 10,000 തരാൻ പറ്റുമോ പറഞ്ഞു. ഇത് ഇവിടുത്തെ രീതിയാണ്. പേര് പറ. താങ്കളുടെ പേരെന്താണ്? മംഗളഭാനു. മിസ്റ്റർ മംഗളഭാനു, ഈ നിൽക്കുന്ന സ്ത്രീയെ പരിചയമുണ്ടോ? പരിചയമില്ല. ഇതിന്റെ ഭാര്യയല്ലേ? ഇതിനെ അറിയാമെങ്കിൽ പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടേ ഇതിന്. എന്റെ മംഗളഭാനു, ഇത് കോടതിയുടെ രീതികളാണ്. ഉള്ളത് പറ. അറിയാം. ആക്ച്വലി എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ആഴ്ചയിലല്ല പ്രശ്നം, ഡെയിലി പ്രശ്നമാണ്. കല്യാണം കഴിച്ചതിന് ശേഷം ഡെയിലി പ്രശ്നം. എന്റെ ജഡേജ് നിങ്ങൾ മനസ്സിലാക്കി. അത് പിന്നെ ജഡ്ജി എന്നെ മനസ്സിലാക്കണം. എനിക്ക് ഇവളോട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ആര് താമസിക്കണം? ജഡ്ജി സാറേ, എനിക്ക് ഒരു നിമിഷം പോലും ഇയാളോട് താമസിക്കണ്ട. എനിക്ക് എത്രയും പെട്ടെന്ന് റിവേഴ്സ് വേണം. അല്ല, ഈ റിവേഴ്സ് എന്ന് പറഞ്ഞ അത് ഈ ഭാര്യയും ഭർത്താവും കൂടെ പിരിയുമ്പോൾ നമുക്ക് കോടതിയിൽ നിന്ന് ഒരു പേപ്പർ വരില്ല. അത് കേട്ടാ, വിവാഹ മോചനത്തിന് പറഞ്ഞതാണ്. റിവേഴ്സ് ഇതാണ്. വിദ്യാഭ്യാസമില്ല, വിവരമില്ല. എനിക്ക് ഇതിന്റെ കൂടെ മുന്നോട്ട് പോകാൻ പറ്റില്ല. പുതിയ കാലഘട്ടം, ന്യൂ ജനറേഷൻ. ഞാൻ അങ്ങനെ പുറത്തിറങ്ങി നടക്കും. അതുകൊണ്ട് ഇവളുമായിട്ടുള്ള ബന്ധം എനിക്ക് വേണ്ട. ഐ വാണ്ട് ഡൈവാഷ്.